ജൂബിലി എന്നാൽ അത് പ്രഥമമായിട്ടൊരു ജൂബിലേഷൻ്റെ കാലമാണ്. എന്നാൽ ബൈബിളിൽ കാണുന്ന ജൂബിലി അരനൂറ്റാണ്ട് കാലമെത്തുമ്പോൾ ആ സമൂഹത്തിന് ആകമാനമൊരു റിജുവനേഷൻ എന്ന് പറയാവുന്ന ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്നായിരുന്നു അത് നിശ്ചയിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശം. അവിടെ ഉള്ളവരും ഇല്ലാത്തവരും, ഉത്തമനും അധമനും, ദരിദ്രനും ധനവാനും അങ്ങനെയുള്ള വലിയ അന്തരങ്ങൾ ഇല്ലാതെ സമഭാവേന ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണമെന്നായിരുന്നു തോന്നുന്നു യഹോവയുടെ അന്തർഗതം. അപ്പോൾ അത് പോയി നമുക്ക് 25, 30, 40, 50, 60, 75, 90 എല്ലാം ജൂബിലിയാണ്. നമുക്ക് നമ്മൾ അത്രയും പുരോഗമിച്ച് പോയാൽ നമ്മുടെ സമൂഹം എല്ലാം നേരെയായി കഴിഞ്ഞു. ഇനി നമുക്ക് ജൂബിലേഷൻ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇതൊരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ, ഒരു നന്ദി പ്രകടനത്തിൻ്റെ ഒരു അസുലഭമായ ഒരു സന്ദർഭം തന്നെയാണല്ലോ. ഇതിവിടെ ആരംഭിക്കുമ്പോഴന്ന് ഉണ്ടായിരുന്നവരൊക്കെ പലരും തല നരച്ചു. നല്ല പ്രായത്തിലൊക്കെ എത്തി. അന്ന് ഈ കൂട്ടരൊന്നും ഇവിടെ ഇല്ല. ഇവരാരും ഇവിടെ ഇല്ലെന്നായിരിക്കും തോന്നുന്നത്. 25 വർഷം പുറകോട്ട് ഓർമ്മകളിലൂടെ ഡൗൺ ദ മെമ്മറി ലൈൻ എന്ന് പറഞ്ഞ പോലെ ഒന്ന് തിരിച്ചു പോകാമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായതാണ്. അന്നുള്ളവർക്കൊക്കെ അറിയാം, ഞാനിവിടെ ഇരുന്നുകൊണ്ട് വർണ്ണിക്കുന്നില്ല. എങ്കിലും അത് ദൈവനിയോഗമായിരുന്നു എന്നതിൽ അശേഷം സംശയമില്ല. അക്കാലത്ത് അതിനുവേണ്ടി സെക്കൻഡർവാദ ഇടവക നല്ലതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലെ ഈ പള്ളിയെ വളർത്തിക്കൊണ്ട് വന്നതിന് പ്രത്യേകം നന്ദി പറയണം അവരോട്. ആദ്യകാലത്തുണ്ടായിരുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ ഇത്രയൊക്കെ ചമച്ചത്. ഇതിന് ചരിത്രം എഴുതുമ്പോൾ അവരെയൊക്കെ ഓർക്കണം, എഴുതി വെച്ചാലും ഇല്ലെങ്കിലും. അവർക്കെല്ലാം ഇന്ന് ഒരളവ് വരെ ഒരു കൃതാർത്ഥത ഉണ്ടാകും. ഇനിയൊരു 25 വർഷം കഴിഞ്ഞാൽ അവർ പലരും കാണുകയില്ല ഇവിടെ. അതുകൊണ്ട് ദൈവത്തിന് പ്രഥമമായി നന്ദി പറയണം. ഇങ്ങനെ ഒരു ആലയമുണ്ടായി ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിക്കാൻ, ഞങ്ങളുടെ പുരുഷന്മാർക്ക് ഇപ്പോൾ കുറേ സംഘടനയുണ്ടല്ലോ, ഏതെങ്കിലും ഒന്നിനകത്ത് ചേരാൻ, സ്ത്രീകൾക്കും അതുപോലെ. ഇങ്ങനെ ഒരു പൊതുസ്ഥാപനമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. അതൊരു പൊതുസ്ഥാപനമാണ്. അവിടെ ആർക്കും വരാം. ഇത് സകല ജാതികൾക്കും പ്രാർത്ഥനാലയം ആണല്ലോ. അതെങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ ബാക്കി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പ്രാർത്ഥനാലയം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നും ആർക്കും വന്ന് കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കാം. അത് കേൾക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് പള്ളിയുടെ മഹത്വം. ഏത് ദേവാലയത്തിൻ്റെയും അത് നന്നായി നമ്മൾ ഉപയോഗിക്കണം. ദേവാലയം പണിഞ്ഞിട്ടാൽ മാത്രം പോരാ, അത് നന്നായിട്ട് യോഗ്യമായി ഉപയോഗിക്കുകയും വേണം. കാരണം തലമുറകൾക്ക് വേണ്ടിയാണ് ഒരു പള്ളി പണിയുന്നത്. അന്നുള്ള കുറേ പേർക്ക് വേണ്ടി മാത്രമല്ല, കുറേ ജനറേഷൻസ് മുമ്പോട്ട് നോക്കി അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ പള്ളി പണിയേണ്ടത്. അവരാണ് അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളാകേണ്ടത്. ഇത് കഴിഞ്ഞ് ഒരുമാതിരി ദീർഘമായൊരു പ്രദക്ഷിണ ഉണ്ടെന്നാണ് ഉമ്മനച്ചൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, 5 മിനിറ്റ് മതിയോ എന്ന്. ഇഷ്ടം പോലെ ആകാമെന്ന് പറഞ്ഞു. തിരുമേടി ചോദിച്ചു. എല്ലാവരും തല കുലിക്കുകയുള്ളൂ, ആരും ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാം സെയിൻറ്റ് ജോർജിനെ കുറിച്ച്. നിങ്ങൾക്കറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല. അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു പട്ടാളക്കാരനായിരുന്നെന്ന് അറിയാൻ മേലാത്തവരാരും വീടില്ല. സൺഡേ സ്കൂൾ കുട്ടികൾക്കും അറിയാം.
ബേസിക്കലി ഹി വാസ് എ ഫൈറ്റർ, സോൾജിയറാണ്. ആർമി മാൻ എന്നൊക്കെ പറയുന്നത് ഭാഷ പലതാ പറയുന്നത്. ഇപ്പോൾ സർവീസ് മാൻ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം ഒരു പട്ടാളക്കാരനിൽ കാണുന്ന ഏറ്റവും ഉത്തമമായ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? എഡ്യൂക്കേഷൻ. കണ്ടോ, ഇവരാരും മിണ്ടിയില്ല, ഇവർ പറഞ്ഞു അച്ചടക്കം. അതാണ് ഒരു പട്ടാളക്കാരനിൽ അവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണം. ഇന്നത്തെ പട്ടാളക്കാർക്ക് പോലീസിനും ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കല്ലേ, എനിക്കറിയാൻ മേല. ഞാൻ പൊതുവിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫുഡ് സോൾജിയറിൽ കാണുന്ന ഏറ്റവും മഹാത്മ്യമുള്ള മഹത്തായ ഗുണവിശേഷം ദാറ്റ് പേഴ്സൺ ഈസ് എ മാൻ ഓഫ് ഡിസിപ്ലിൻ എന്നാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഡിസൈപ്പിളാകും. അപ്പോൾ പട്ടാളത്തിൽ ചേർന്ന് അദ്ദേഹത്തിന് അച്ചടക്കം പഠിച്ചു. ഇന്ന് ഇത് വളരെ ഇല്ലാതെയായി എല്ലാ ഉയർന്ന സ്ഥാനികളിൽ പോലും നമ്മുടെ രാജ്യത്ത് നോക്കി അറിയാമല്ലോ. ഒത്തിരി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസൊക്കെയാണ് നമുക്കുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലായിടത്തും ഇതിൻ്റെ അഭാവം കാണാം, ഡിസിപ്ലിൻ ഇല്ല. പാർട്ടിയൊന്നുമല്ല ഞാനീ പറയും. അപ്പം അങ്ങനെ ഒരാൾ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ പോയി. കാരണം നമുക്ക് ഏകദേശം പിടിയുണ്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി എന്നുള്ള ഒരു കുറ്റം ചെയ്തത് കൊണ്ട് അന്നത് അനുവദനീയമല്ല. അന്ന് ഡെമോക്രസി ഒന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. He lost his job. Maybe he cannot independently walk. ഒത്തിരി പ്രഷർ അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്ന് കാണണം. അതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് വിട്ടേച്ച് നീ പഴയതുപോലെ ഒരു പട്ടാളക്കാരനായി നിൽക്കണം, രാജാവിൻ്റെ ഉത്തമനായ ഒരു സേവകൻ. കണ്ടീഷൻ ഇതാണ്, നീ യേശു ക്രിസ്തുവിനെ റീകാൻഡ് ചെയ്യണം. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. അദ്ദേഹം അങ്ങനെ ജോലിയൊക്കെ ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. നമ്മൾ ഈ കുതിരപ്പുറത്ത് കിടക്കുന്ന പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ശമ്പളവും പോയി ജോലിയും പോയാൽ എങ്ങനെ ഇരിക്കും? എന്നാൽ ഈ ചിത്രം അത് ആര് വരച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി പഴക്കമുള്ള പഴം. ഈ ചിത്രം തന്നെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. രണ്ട് രീതിയിൽ, വലത്തുവശം ഇടത്തുവശത്ത് കുത്തു നോക്കുകയാണ്. എന്നാൽ തിരുവല്ലായിലെ പാലിയേക്കര പള്ളിയിൽ പോയിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ ഈ പടം അവിടെ കിഴക്കേ ഭിത്തിയെ കാണാം. ഇലച്ചായം കൊണ്ട് വരച്ചതാണ്. അതിൻ്റെ മുകളിൽ തെക്ക് വശത്ത് മുകളിലായിട്ട് സെയിൻറ്റ് മേരി കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന ഒരു പടം. വേറെ അധികം അടുത്തും കണ്ടിട്ടില്ല. സെൻറ്റ് ജോർജിനെ കാണാം. പക്ഷേ സെയിൻറ്റ് മേരി അമ്മയും കുഞ്ഞും നിൽക്കുന്നത് ആരുടെയോ ബുദ്ധിയിൽ ഉദിച്ചതാണ്, ഭാവനയിൽ. ഇത് രണ്ടും കൂടി ചേർത്ത് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഈ പുതുപ്പള്ളിയിലെ പാട്ട്, മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാറെ. അപ്പോൾ ഇത് അമ്മയെ നോക്കിക്കോട്ടെ, അമ്മയുടെ വലിയ ഭക്തനായിരിക്കണമല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്ന ഉടനെ അമ്മയെ നോക്കി വിളിച്ചതല്ലേ? അല്ലെല്ല, ആ പടത്തിനകത്ത് അതെങ്ങനെ വന്നു? അതൊന്ന്. രണ്ട്, അദ്ദേഹം ഇങ്ങനെ ഊടാടി ജോലിയൊന്നുമില്ലാതെ അൺഎംപ്ലോയിഡാണ്. പുറത്തിറങ്ങി നടക്കാൻ മേല, ഉപദ്രവം ഉണ്ടാകും, ആക്രമണം ഉണ്ടായേക്കാം. അങ്ങനെ ഒരു സമയത്താണ് ഒരു പ്രത്യേക സ്ഥലത്തുണ്ടായ ഒരു വലിയ ദുർഘടം. ഒരു വ്യാളിയോ ഡ്രാഗൺ, മനുഷ്യനെ തില്ലുന്ന ഒരു ജീവി, എന്തിനേയും കിട്ടുന്നതിനെല്ലാം വിഴുങ്ങുന്ന ഒരു ജീവി. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേരെ അത് കൊന്നൊടുക്കി ഒരാൾ ശേഷിച്ച് അന്നത്തെ ഭരണാധികാരിയുടെ മകളെന്ന് പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ട്. ഒത്തിരി ലെജൻഡ്സ് ഉണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. അത് ശരിയും തെറ്റി പഴയതുപോലെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ഏതാണ് ട്രൂത്ത് അൺട്രൂത്ത് എന്ന് പറയാൻ ഒക്കത്തില്ല. ദീസ് ആർ ലെജൻഡ്സ്. മിത്ത് എന്ന് പറയുന്നത് വിശദീകരിക്കാനാവാത്ത ചില കാര്യങ്ങളുടെ ആവിഷ്കരണമാണ് മിത്ത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ഒത്തിരി ഉണ്ട്. നമുക്കത് വിച്ഛേദിക്കാനൊക്കത്തില്ല. ഏതാണ് ഹിസ്റ്ററി, ഏതാണ് നോൺ ഹിസ്റ്ററി എന്ന് പറയാനൊക്കെ ഇല്ലെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പിൾ മാത്രം എടുത്താൽ മതി. ഇദ്ദേഹം തന്നെ ജോലിയുമില്ലാതെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട് മനസ്സ് വന്നു. അത് മാത്രമേ ഇവിടെ എനിക്ക് ഈ സന്ധ്യയിൽ പറയാം. സ്വന്തം കാര്യം തന്നെ അപകടത്തിൽ. അങ്ങനെ ഇരിക്കെ അപകടത്തിൽപ്പെട്ട ഒരു കൂട്ടരെ
രക്ഷപ്പെടുത്താൻ തോന്നിയതുള്ള അസാധാരണമായ ഒരു പട്ടാളക്കാരൻ്റെ ഡിസിപ്ലിനിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ പട്ടാളക്കാരനായതിനു ശേഷവും ലഭിച്ച വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കത്തില്ലേ ഇതിൻ്റെ പിന്നിൽ? സ്വന്തം തടി രക്ഷിക്കാനായിട്ട് വല്ലവരെയൊക്കെ ചവിട്ടി താഴ്ത്തുന്ന അത് ചരിത്രത്തിലുണ്ട്. നമുക്ക് ഏറ്റവും ഈസ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, പെട്ടെന്ന് ഓർമ്മ വരും. സെയിൻറ്റ് പീറ്റർ അദ്ദേഹം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഗുരുവിനെ പോലും ഇതേ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല ആരായത്. തടി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തടി രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, സാഹിബ് പറയുന്ന പോലെ ജക്സ്റ്റപ്പോസ് ചെയ്ത് നോക്കിയേ. ഇവിടെ സെയിൻറ്റ് ജോർജ്, ഇവിടെ സെയിൻറ്റ് പീറ്റർ. പീറ്ററിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമോ എന്ന് അറിഞ്ഞു ഐഡൻറ്റിഫൈ ചെയ്താൽ ചിലപ്പോൾ അയാളെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുമായിരിക്കും. ആ പേടിയുണ്ട്. എന്നാൽ പേടി, സ്നേഹവും പേടിയും എല്ലാം കൂടി അവിടെ പോയി ഇരിക്കരുത്, അതിർത്തിയിരുന്നു. അത് വേറൊരു വശം. ഈ രണ്ടുപേരെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ നില തന്നെ തീർത്തും അപകടത്തിലായിരിക്കുന്നു, ജോലിയുമില്ല, പ്രാണഭയമാണ്. ഞാൻ പറഞ്ഞതുപോലെ എപ്പോൾ പിടികൂടുമെന്ന് അറിഞ്ഞുകൂടാ, കൊല്ലും. അതാണ് അന്നത്തെ സ്ഥിതി. അങ്ങനെ ഇരിക്കെ വേറൊരു ചെറിയ സമൂഹത്തിൽ ഒരു അപകടമോ ആവശ്യമോ അത്യാവശ്യമോ ഉണ്ടല്ല, ആ വ്യക്തിയോടുള്ള ആദരവും ദൈവസ്നേഹം നിമിത്തം, തിയോളജി ഒന്നും അല്ല ഞാൻ ഈ പറയും, ദൈവസ്നേഹം നിമിത്തം അദ്ദേഹത്തിൻ്റെ കടമയാണെന്ന് തോന്നി. വിശദീകരിക്കാൻ പ്രയാസമാണ്. കോഴിക്കോട് ഒരു 5-8 വർഷം മുമ്പ് മാൻഹോളിൽ ഇറങ്ങിയ ഒരു ബംഗാളിയെ മറ്റുമാണെന്ന് തോന്നുന്നു, അതിനകത്ത് കയറി ശ്വാസം മുട്ടി മരിച്ചു. അപ്പോൾ ഏതാണ്ട് വല്ലാത്ത ശബ്ദമൊക്കെ കേട്ടു മരിക്കുന്നതിന് മുമ്പ്. അതിനടുത്തൊരു ചായപ്പീടിക, അങ്ങനെ വടക്കൻ ഭാഷ, ചായപ്പീടിക. ഇപ്പോൾ ഒരാൾ വന്ന് ഔഷാദ് അവൻ്റെ ഒരു ചായ വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പുറത്ത് എന്തോ ഒരു വല്ലാത്ത ശബ്ദം. മാൻഹോളിൽ ഇറങ്ങി. ഇപ്പോൾ അതിനൊക്കെ കോടതി വിധിയൊക്കെ ഉണ്ട്, ഇറങ്ങിക്കൂടാന്നോ പിന്നെ യന്ത്രം വിടണമെന്നൊക്കെ പറയും. ഇത് കേട്ടുകൊണ്ട് ചായ അവിടെ വെച്ചിട്ട് അവൻ പോയി മറ്റവനെ പിടിച്ച് പൊക്കാൻ നോക്കി. ഇയാളും അതിനകത്ത് വീണു. 2 പേരും മരിച്ചു. അവിടെ നിർത്തിയേച്ച് ചോദിക്കണം, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ഇതല്ലേ ആത്മീയത? ഔഷാദിനെ അറിഞ്ഞുകൂടാ, അവൻ്റെ വേറെ മതക്കാരനാണ്, ആരാണെന്നറിയില്ല. നല്ല ചവറയാക്കാരനെ പോലെ ആരാണെന്നറിയില്ല, അഡ്രസ്സ് അറിയില്ല, ആധാർ കാർഡും ഇല്ല. പിന്നെ അങ്ങനെയുള്ള ആളെ സഹായിക്കാൻ പോകും. അവിടെയും ജീവൻ അപകടത്തിലായി 2 പേരും മരിച്ചു. വലിയ വാർത്തയായിരുന്നു. പിന്നെ കോട്ടയത്ത് ഇതുപോലെ സംഭവിച്ചു. ആദ്യത്തെ ഇതാ. സെയിൻറ്റ് ജോർജ് വല്ലാത്ത പ്രതിസന്ധിയിലായി. അദ്ദേഹത്തിൻ്റെ തൊഴിലും പോയി, വരുമാനവും പോയി, ഓടി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വേറൊരാളിനെ സഹായിക്കാൻ തോന്നുന്ന ഒരു കൂട്ടരെ, ഒരാളിനെ അല്ല, ഒരാൾ കൊണ്ട് ഒരു ദേശം മുഴുവൻ രക്ഷപ്പെട്ടു. അല്ല, ഒരു രാജകുമാരനെ രക്ഷിച്ചെന്നൊക്കെ കഥ ഇരിക്കട്ടെ, ഒരു ദേശത്തെ മുഴുവൻ രക്ഷിച്ച അദ്ദേഹം. പ്രിൻസിപ്പിൾ എടുത്താൽ മതി, ബാക്കി ഡീറ്റെയിൽസൊക്കെ വിട്ടേ. അതും സെയിൻറ്റ് പീറ്റർ, അദ്ദേഹത്തിന് അതിന് ഇച്ചിരി ഇളക്കമുണ്ടായിരുന്നു, പിന്നെ ഉറച്ചു പെന്തക്കോസ്ത് കഴിഞ്ഞ്. സെയിൻറ്റ് പീറ്റർ അദ്ദേഹത്തിൻ്റെ ജീവഹാനി അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടി പച്ച കള്ളം പറയും, ഒരു മടിയും കൂടാതെ വ്യാജം തട്ടിവിടുന്നു. 2 കമ്പയർ ചെയ്ത് നോക്കിക്കൊള്ളൂ. അവിടെ കേവലം പട്ടാളക്കാരൻ ഡിസിപ്ലിൻ മാത്രമല്ല, എന്തോ ഉള്ളിൽ ഉള്ള ഒരു അഗ്നിയുണ്ട് അദ്ദേഹത്തിന്. അത് യേശുക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഗമ്യമായ അസാധാരണമായ സ്നേഹം. സെൻറ്റ് തോമസിലൊക്കെ കാണാം, അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അവിടെ ഇടം വലം നോക്കുകയല്ല. ഇത് തന്നെ ഇദ്ദേഹത്തിലും കാണുന്നു, സെയിൻറ്റ് ജോർജിലും. അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹാദരവുകൾ യേശുക്രിസ്തുവിനുണ്ട്. കണ്ടിട്ടില്ല യേശുക്രിസ്തുവിനെ. അത് യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ള ആളല്ല, കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ വരുന്നവനാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും, പറഞ്ഞു നിർത്താൻ പോകുന്നതിന് പറഞ്ഞു വേണം. സെയിൻറ്റ് പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ളൂ? നിങ്ങൾ കഴിഞ്ഞിട്ടേ പുറകോട്ട് പോകത്തുള്ളൂ. 12 ശരിയന്മാർ കണ്ടു, വേറെ പലരും കണ്ടു, തൊടുകയും തള്ളുകയും അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തതാണ്. പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ കണ്ടോ ഇല്ലേ? നിങ്ങളാരും കണ്ടിട്ടില്ല, ഞാനും കണ്ടില്ല.
അച്ഛന്മാരെ കുറിഞ്ഞിരിക്കുന്നത് കണ്ടോ? പഴയ 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 നിയമം വായിച്ച കഥ കേട്ടിട്ടുണ്ടല്ലേ? ആ സംസ്കാര വായിച്ചുകൊണ്ട് മത്തായി ചേട്ടൻ അന്ന് ഈ പുസ്തകം ഇപ്പോഴത്തെ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, റെഡിമെയ്ഡ് അല്ലയോ മുസ്ലിയ വായിക്കാനും പഴം വായിക്കാനും ഇതുപോലെ ഉപദ്രവമുള്ളൊരു സാധനം പ്രയോജനമുള്ള. പക്ഷേ ബൈബിൾ റീഡിങ് ചത്തു, അതായത് ദോഷവൻ. പണ്ടതില്ലാത്തപ്പോൾ ഈ മത്തായി ചേട്ടന് ഹബക്കൂക്കിൻ്റെ പുസ്തകം നോക്കുക, ആദ്യം മുതൽ അവസാനം വരെ കിട്ടുന്നില്ല. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ ബാറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക, അച്ഛൻ തൂയാവ കഴിഞ്ഞ് നിൽക്കുക, ദത്യമായിട്ട് ഒരു അനക്കവും ഇല്ല. ഈ പുള്ളി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പോയി തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഈ ഹബക്കൂക്കിനെ കൈ കിട്ടുന്നില്ല. അവസാനം അച്ഛനിറങ്ങി ചെയ്യും, മത്തായി ചേട്ടാ എന്നാ പറ്റി? എൻ്റെ അച്ഛ ഈ ഹബക്കൂക്കിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പറഞ്ഞ അച്ഛന്മാർ കിടക്കത്തില്ലേ പറയും, അച്ഛനും കയറിപ്പോയി. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുഖച്ഛായയാണ് ഈ കാണുന്നത്. അതേസമയം തന്നെ എന്തുകൊണ്ട് സെയിൻറ്റ് ജോർജ് അദ്ദേഹം വരുന്നത് വരട്ടെ, കം വാട്ട് മേ എന്ന് വിചാരിച്ച് വേറൊരു സമൂഹത്തെ മുഴുവൻ, അതാണ് എന്നെ വരച്ചിട്ടുന്നത്. അതാ ഒരു മനുഷ്യ സമൂഹത്തെ, ഒരു സമാജത്തെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് അപകടത്തിലാണ് സ്വന്തം ജീവൻ. ഇതിൻ്റെ അടുത്ത് വ്യാളിയുടെ അടുത്ത് പോയി എന്നാ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തെ ദൈവം രക്ഷിക്കും, അത് വേറൊരു വശം. ഈ വ്യാളിയുടെ അടുത്ത് തന്നെ പോകാൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഡയറിങ്ങാണ് ഒന്ന്. പക്ഷേ ഈ കൂട്ടരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആദി വേറെ. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അതിൻ്റെ പേരാണ് സെയിൻറ്റ് ജോർജ്. അപ്പുറത്ത് പത്രോസ് തലയൊക്കെ ചെറിയ ഞാനല്ല അവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ മനുഷ്യ സ്വഭാവം ഈ പറയുന്നതല്ല. അല്ല ഇവരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടുകളെ ആ ഇൻഡിവിജ്വൽസ്, വി ആർ ദീസ് പീപ്പിൾ, നമ്മളാണ് അത്. നമ്മൾ പത്രോസിൻ്റെ ആ സ്വഭാവം തിരഞ്ഞെടുക്കുമോ സെൻറ്റ് ജോർജിൻ്റെ സ്വഭാവം തിരഞ്ഞെടുക്കുമോ നമ്മൾ ചിന്തിച്ചുകൊള്ളൂ. ഈ സന്ധ്യയിൽ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 5 മിനിറ്റ് പറഞ്ഞിപ്പോൾ എത്ര എന്ന് എനിക്കറിയാൻ പാടില്ല, അത് കൂടുതലുണ്ട്, ക്ഷമിക്കുക, തിരിച്ചെടുത്തേക്കാം ബാക്കി. അപ്പം ഗീവർഗീസ് സഹദായുടെ തിരുനാളാണ്. ലോകമെല്ലാം നടക്കുന്നു, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അത് നടക്കുന്നത്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നു. ഈ പരിശുദ്ധൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.